നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നിരവധി സുഹൃത്തുക്കളാണ് സൂപ്പർ ബാലൻഡിയോർ എന്താണ്, അത് ലിയോ മെസ്സിക്ക് നൽകുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തുകൊണ്ട് അതങ്ങ് അവസാനിപ്പിക്കുകയാണ്. കാരണം ഈ ചോദ്യങ്ങൾ ഇങ്ങനെ വ്യാപകമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അതിനൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സൂപ്പർ ബാലൻഡിയോർ നമുക്കറിയാം, ബാലൻഡിയോർ നൽകുന്നത് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിനാണ്. ഓരോ വർഷത്തെയും മികച്ച താരത്തിനായിരുന്നു അത് ഇതുവരെ നൽകി വന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മുതൽ അത് ഒരു സീസണിലെ മികച്ച താരത്തിനാണ് അവർ നൽകുന്നത്. ഇനി അങ്ങോട്ട് അങ്ങനെയാണ്, സീസണൽ വൈസാണ് കാര്യങ്ങൾ പരിഗണിക്കുന്നത്. സൂപ്പർ ബാലൻഡിയോർ എന്ന് പറഞ്ഞുകൊണ്ടൊരു ബാലൻഡിയോർ ചരിത്രത്തിൽ ഒരു തവണ മാത്രമാണ് അവർ സമ്മാനിച്ചിട്ടുള്ളത്. അത് ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോക്കാണ്. നമ്മൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ 1989 ആദ്യമായിട്ട് സൂപ്പർ ബാലൻഡിയോർ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ സമ്മാനിക്കുന്നത്. ആദ്യമായിട്ടും അവസാനമായിട്ടും അദ്ദേഹത്തിനാണ് കൊടുത്തത്. ഇനി കൊടുക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് അവസാനം ഒന്ന് നോക്കണം. വീഡിയോയുടെ അവസാനത്തിൽ മെസ്സിക്ക് തവണ കൊടുക്കുമോ എന്നുള്ള കാര്യം ഒന്ന് നമുക്ക് പരിശോധിക്കാം. ഏതായാലും 1989 അദ്ദേഹത്തിന് ഇത് ലഭിക്കുന്നത്. 30 വർഷത്തെ കഴിഞ്ഞ 3 ഡെക്കേഡിലെ മികച്ച താരത്തിനുള്ള അവാർഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് സമ്മാനിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെ 30ാമത്തെ ആനിവേഴ്സറി കൂടിയായിരുന്നു. അത് ആണ് അതിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. ഇനിയിപ്പം ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോ ബാലൻഡിയോർ വിൻ ചെയ്യുന്നത് യോഹാൻ ക്രൈഫിനെയും പ്ലാറ്റിനിയെയും ഒക്കെ മറികടന്നുകൊണ്ടാണ്. വോട്ടിങ്ങിലൂടെയാണ് അദ്ദേഹത്തിന് ഇത് സമ്മാനിച്ചിട്ടുള്ളത്. സൂപ്പർ ബാലൻഡിയോർ റയൽ മാഡ്രിഡിൻ്റെ സാന്റിയാഗോ ബെർണാബ്യൂ മ്യൂസിയത്തിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോയുടെ മരണത്തിന് ശേഷം ആ ഒരു സൂപ്പർ ബാലൻഡിയോർ ട്രോഫി ലേലം ചെയ്യുകയാണ് ഉണ്ടായത്. 2 ലക്ഷം യൂറോക്കാണത് ഓപ്ഷൻ ചെയ്തത് എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ചോദ്യം ഇതാണ്, ലിയോ മെസ്സിക്ക് സൂപ്പർ ബാലൻഡിയോർ സമ്മാനിക്കുമോ? അദ്ദേഹത്തിൻ്റെ കരിയറിലെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് സൂപ്പർ ബാലൻഡിയോർ സമ്മാനിക്കപ്പെടാൻ അദ്ദേഹം അർഹനാണ്. 7 തവണ ബാലൻഡിയോർ നേടിയിട്ടുള്ള മറ്റൊരു താരവുമില്ല. ഒരു പക്ഷേ 8ാം തവണ അടുത്ത ബാലൻഡിയോർ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തുകയാണെങ്കിൽ അത് 8ാമത്തേതാവുകയും ചെയ്യും. 8ാമത്തെ ബാലൻഡിയോർ ലോഡിംഗ് എന്ന രൂപത്തിലാണ് ആരാധകരൊക്കെ ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് സൂപ്പർ ബാലൻഡിയോർ സമ്മാനിക്കപ്പെടുകയാണെങ്കിൽ അതിന് അർഹനാണ് ലിയോ മെസ്സി. പക്ഷേ 2029 അത് അദ്ദേഹത്തിന് സമ്മാനിക്കും എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുമ്പോഴും ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു സൂചനയും വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാക്കി കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.